There's a meeting in my bed. There's a meeting in my bed. ആൻറ്റി ഇപ്പൊ അവനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയാലേ ചേഞ്ച് വന്നാലോ? രവീൻ അങ്ങനെയാണ് പറയുന്നത്. 4 വർഷം കഴിഞ്ഞിട്ടും രവീന്ദ്രങ്ങൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്ന് അവൻ നിർത്താതെ പറയുന്നത്. അവന്റെ നല്ലതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ഇനി ചെയ്തില്ലെങ്കിൽ എന്റെ കുഞ്ഞ് ഭൂമിയിൽ കാണുകയില്ല. അവൾക്ക് ഡ്രഗ്സ് മാഫിയായിട്ട് ബന്ധം. ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? താങ്ക്സ് മോളെ ഇവനിവിടെ എത്തിച്ചതിന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി. അവൻ എൻ്റെ അടുത്ത സുഹൃത്ത് മാത്രമല്ല, എൻ്റെ ഒരു ബ്രദറും കൂടിയാണ്. ആ മോളെ, പിന്നെ ഇവിടെ നിൽക്കുന്നോ അതോ? ഇല്ല ആൻറ്റി, ഞാൻ പോകുക. പിന്നെ അമ്മ ഇവിടെ, അവളെ കണ്ടിട്ട് കുറേ ആയി. അവൾ ഇവിടെ ഇല്ല, ലണ്ടനിൽ പോയേക്കുക. ഒരു ഷോ ഉണ്ട്. അവളും കൂടി വന്നിട്ട് വേണം നാട്ടിലൊക്കെ പോകുന്ന കാര്യങ്ങളും തീരുമാനിക്കാൻ. കണ്ണൻ നാളെ പോകും. അവർക്ക് ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം അവൻ ആ കൊച്ചിനെ കാണാതെ എങ്ങനെയാ? അവനക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്കൊക്കെ ഒരു കല്യാണം കൂടാ. അത് ശരി. എന്നിട്ട് ഏട്ടൻ പോയോ? കുറച്ചു നേരത്തെ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ എയർപോർട്ടിൽ എത്തിക്കാണും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ആൻറ്റി. ഏതാനാ ഈ രാവിലെ തന്നെ ഉറക്കം കളയാനായിട്ട്? എടാ മൈ ഡിയർ ഫ്രണ്ട്, നീ ഞാൻ ലാൻഡ് ആകുന്നതിന്റെ മുമ്പ് ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് നിന്റെ നാളെ പോലും ഇല്ലല്ലോ. സോറി എളിയ, എന്ത് ചെയ്യാനാ, ഉറങ്ങിപ്പോയി. അത് ശരി, 15 മിനിറ്റിനുള്ളിൽ നീ ഇവിടെ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, കേട്ടടാ? ഓക്കെ ഓക്കെ എളിയ, ഐ എം കമ്മിങ്, വെയിറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ എയർപോർട്ടിൽ ലോഞ്ചിലിരിക്കാം. എത്തുമ്പോ വിളിക്ക്. നോക്കി ദഹിപ്പിക്കണ്ട, ഞാൻ വന്നില്ല കറക്റ്റ് ടൈം. അല്ല, ഇവിടെങ്കിലും നിന്നാ മതിയോ? തൽക്കാലം ഞാൻ വരുന്നു. ഇനിതുപോലെ വല്ല ആയാലും ആ ഏഞ്ചിനെ സമ്മതിക്കണം. നിങ്ങൾക്കെല്ലാം നോക്കിക്കൊണ്ട് പോകുന്നത്. ഓ, ഇനി എന്നെ കളിയാക്കില്ലേ? സമാധാനം കിട്ടില്ലല്ലോ നിനക്ക്. ആകെയുള്ള അളിയനല്ലേ, സോ ഇടക്കാക്കുന്നതൊക്കെ നല്ലതാ. ഓ ആയിക്കോട്ടെ, നീ ഒന്ന് കിണിച്ചോണ്ട് കേൾക്കാണ്ട് വരുന്നുണ്ടോ? ഓ ഇതേ വരുന്നു, പോകാം. ഇറങ്ങട അളിയ, ഇതാണ് എന്റെ സാമ്രാജ്യം. നിന്റെയോ? അത് പിന്നെ ഞങ്ങളുടെ. ഓ എന്റെ അളിയ, തള്ളുമ്പോ കുറച്ച് മയത്തിൽ തള്ളണം. ഓ വന്നേ, നീ ചുമ്മാ ടൈം കളയാണ്ട്. ഇല്ലടാ, കയറുന്നില്ല. പിന്നെ എന്റെ കാറൊന്നും ഞാൻ എടുക്കുന്നുണ്ട്. നൈറ്റ് വീട്ടിലോട്ട് ഇറങ്ങി, അപ്പൊ കൊണ്ടുപോവാ. 5 മിനിറ്റ് നടക്കാനല്ലേ ഉള്ളൂ. പിന്നെ വീട്ടിലെത്തിയിട്ട് നല്ല പണിയുണ്ട്. ഫാമിലി മൊത്തം നാളെ ലാൻഡ് ചെയ്യാം. സോ എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ പോലും. ആടാ, എന്നാ ഞാൻ ഈ വർക്കേഴ്സിനെ പറഞ്ഞേക്കാം ഹെൽപ്പിന്. കയറുന്നില്ലല്ലോ, നീ വിട്ടോ. കുറച്ച് കഴിഞ്ഞ് വർക്കേഴ്സിനായിട്ട് ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഇന്ന് ഞാൻ വേണമല്ലോ കൂട്ടിന് കിടക്കാം. താങ്ക്സ് ബ്രോ. എന്നാ ഞാൻ ചെല്ലട്ടെ. ബൈ. ആടാ ബൈ, ടേക്ക് കെയർ. എന്നാ നീ കൃഷ്ണേട്ടനെ കൊണ്ട് പോകാൻ നോക്ക്. ആളാകുമ്പോ പണിക്കാരെ അറിയാം, വഴിക്ക് വെച്ച് അവരെ എടുക്കാം. അമ്മ, ഞാനെന്നാ ഡ്രസ്സ് എടുക്കട്ടെ. അല്ല അമ്മ, അവനെങ്ങോട്ടേ ബാഗും നോക്കിക്കൊണ്ട്? അത് മൃദുൽമോ നാട്ടിലെത്തിയിട്ടുണ്ട്. സോ നാളെ ഫാമിലിയൊക്കെ എത്തും. അപ്പോ വീടൊക്കെ അറേഞ്ച് ചെയ്യണം. കൃഷ്ണേട്ടനെ വർക്കേഴ്സിനെയും കൂട്ടി കൊണ്ട് അങ്ങോട്ട് പോകുന്നു. ഓ അങ്ങനെ. അമ്മ, വാവ എപ്പോ വരും? അത് പറഞ്ഞപ്പോളാം. അവളെ നീ ഈവനിങ് 7 മണിയാകുമ്പോ വിളിച്ചോണ്ട് വരണം. കോളേജിടെ ഒക്കെ അല്ലേ, അച്ഛനെ കൂട്ടാൻ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. ബോർഡ് മീറ്റിംഗ് പിന്നെ എന്തൊക്കെയോ ഉണ്ടെന്ന്. ശരി അമ്മ, ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് റൗണ്ട്സ് ഒക്കെ ഉണ്ട്, അപ്പൊ നേരത്തെ കയറണം. നിക്ക്, ഇത് അച്ഛനുള്ള ഫുഡാണ്, കൊടുത്തേക്കണം മോളെ. ഹോസ്പിറ്റലിലെ ഉച്ചക്കത്തെന്ന് പറഞ്ഞിരുന്നു. ആ അമ്മ, ഞാൻ കൊടുത്തേക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഇന്നത്തെ അപ്പോയിൻമെന്റ്സിന്റെ സ്കെഡ്യൂൾ ലിസ്റ്റ് മാമിന്റെ ടാബിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആൻറ്റി, റൗണ്ട്സിന് പോകാനുള്ള ഡോക്ടേഴ്സിനോട് ഇറങ്ങാൻ പറഞ്ഞോളൂ. പിന്നെ എമർജൻസി കേസസ് വരാണെങ്കിൽ അച്ഛൻ്റെ ജൂനിയർ ഡോക്ടറിനോട് അലേർട്ടായിരിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതോടെ ഇറക്കുക. പിന്നെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡോക്ടർ സാമാങ്കിളിനോട് എൻ്റെ ക്യാബിലോട്ട് വരാൻ പറയണം ആഫ്റ്റർ മൈ റൗണ്ട്സ്.
ആൻഡ് അപ്പോയിൻമെന്റ്സ് എടുത്ത പേഷ്യൻസിനോട് 11:30 മുതൽ ഞാൻ ഇരിക്കുന്നത്. സോ അതിനു മുമ്പ് തന്നെ റൂം ഫുൾ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യാൻ സ്റ്റാഫിനോട് പറഞ്ഞേക്കണം. അത്രേ ഉള്ളൂ. സോ ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ മാം. അച്ചടാ, ഡോക്ടർ ചേച്ചി ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞല്ലേ വരുന്നേ. പിന്നെ എന്റെ ചുന്ദരന്മാരും ചുന്ദരിമാരും ഞാൻ കാണാതെ പോകുവോ? സായി ബേബിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? നൈറ്റ് കൊണ്ടുവന്നപ്പോ ഹൈ ഫീവർ ആണെന്ന് മായ വിളിച്ചു പറഞ്ഞിരുന്നു. ഒരു ഐസ്ക്രീം കഴിച്ചതാ ഡോക്ടറെ. അതിനുശേഷം നൈറ്റ് ആയപ്പോ തുടങ്ങിയത് ഫീവർ. പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കായിരുന്നു. സായി ബേബി, ഡോക്ടർ ചേച്ചി നോക്കട്ടെ. ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് ഹി ഗെറ്റ് വെൽ സൂൺ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഡ്രിപ്പ് ഇട്ടത് റിമൂവ് ചെയ്യാം. ഫുഡ് കൊടുക്കുക. പിന്നെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് മരുന്ന് കൊടുക്കുക. 2 days കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. സായി ബേബി, ഇവരുടെ ഒക്കെ കൂടെ കളിച്ച് ഉഷാറാകണം, കേട്ടല്ലോ? എന്നാ ശരി, ഞാനെന്നാ ക്യാബിലോട്ട് പോകട്ടെ. ഞാൻ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേക്കണം. ഇവർക്ക് വേണ്ടിയുള്ള മിൽക്ക്, എഗ്ഗ്, ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തേക്കണം. എന്നാ ശരി കുഞ്ഞുങ്ങളെ. ഡോക്ടർ ചേച്ചി ഇനി നാളെ വരാവേ. നീ അറിഞ്ഞ സിംഗർ വിക്ക് നാളത്തെ ഫംഗ്ഷന് പ്രസന്റ് ആവുന്നുണ്ട്. ശരിക്കും? ഓ, എത്ര കാലത്ത് ആഗ്രഹമാണെന്നറിയോ ഒരു ഇന്റർനാഷണൽ സിംഗറിനെ നേരിട്ട് കാണാൻ. എനിവേസ്, ഇറ്റ്സ് ആൾ പ്രഷർ. അതെ അതെ, എത്ര ഗേൾസിന്റെ ക്രഷ് ആണെന്നറിയോ അങ്ങേര്. എന്നാ ലുക്ക, ആ ഡ്രസ്സിംഗ് സ്റ്റൈല്, എസ്പെഷ്യലി ഹിസ് വോയിസ്. ശരിക്കും പറയാൻ പറ്റത്തില്ല മോളെ. എന്താണ് ഗേൾസ് ഒരു കുശലം പറച്ചില്? സേട്ടനും കേൾക്കട്ടെ. വന്നാ കള്ളൻ? കള്ളനാ? എപ്പോ? എവിടെ വെച്ച്? എങ്ങനെ? നീ വേദു, നിന്നിൽ നിന്ന് ഇതെന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാലും നീ എന്നെ കള്ളനായിട്ടാണോ കണ്ടിരുന്നത്? പിന്നെ ഹംകെ, അന്നെ എന്തോന്ന് വിളിക്കണം? സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണോ കറി വരുന്നേ? ചൂടാകാതെ എന്റെ ഉമ്മച്ചുകുട്ടി. സാധനമൊക്കെ ആ സ്റ്റേജിന് ബാക്കിൽ എത്തിച്ചിട്ടുണ്ട്. എന്റെ വർക്കും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ചേച്ചിമാരുടെ റൂട്ടിന് സെല്ലി. ഇനി സേട്ടൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഹേ രേഷു, സേട്ടൻ ഇതാ വരുന്നു. അവിടെ നില്ല്. നീ പോട് കോഴി. അത് പിന്നെ ഒത്തില്ല. എന്ത് ചെയ്യാനാ, സൗന്ദര്യം കൂടിപ്പതിന് ഓരോരോ. ഫാൻസിനൊക്കെ നല്ല ബഹുമാനാണല്ലോ. കളിയൊക്കെ ഒന്നും വേണ്ട. ഇതൊക്കെ വെറും ചീള് കേസാ. നീ നോക്കിക്കോ. ഇവിടെ നിന്ന് ഒരുത്തിനെ കറക്കിയെടുത്ത് കെട്ടിയില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടും. പട്ടി വേണ്ട. പട്ടി റിസ്ക്. ഓ ആ, നിന്റെ കൊച്ചിനിട്ടോ. പോടനാറി, നിന്റെ പേരിട്ടാ തന്നെ എന്റെ കൊച്ചു നാശകം. സ്നേഹമില്ലാത്ത ജന്തുക്കള്. മോനെ, ദുരാഗ്രഹം ഒന്നും മനസ്സിൽ കരുതാൻ പാടില്ല കേട്ടോ. പുച്ചമാരി കഴിഞ്ഞാല് നമുക്കൊന്ന് ക്യാൻറ്റീനിലോട്ട് വരെ പോയാലോ? ഒരു കോഫി വിത്ത് പഴംപൊരി, കോഴിക്കുഞ്ഞിന് എനർജി ബൂസ്റ്റപ്പ് ആക്കാൻ. ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലേ, പറയ്. കമോൺ ഗേൾ, സേട്ടൻ മുന്നിൽ നിങ്ങൾ പിറകെ. then follow me. ഇവന്റെ ഒക്കെ ഒരു കാര്യം എന്തായാലും നല്ല സങ്കടമായിട്ടുണ്ട്. ചേട്ടോയ്, 3 കാപ്പി 3 പഴംപൊരി. അല്ലേ വേണ്ട, 6 പഴംപൊരി. എന്തിനാണ് 6 പഴംപൊരി? ഇന്ന് വൈകുന്നേരം വരെ വായനാക്കാനുള്ളതല്ലേ. സോ ഇന്നാ. എന്താണ് ചേട്ടായി, സുഖല്ലേ? ഓ, നിനക്ക് പിന്നെ ഡെയിലി സുഖമായിരിക്കും അല്ലേ മോനെ? നിന്റെ കോഴിത്തരക്ക് ക്യാൻഡിൽ വരെ അറിഞ്ഞല്ലോ. ഇനി മോന് നോ രക്ഷ. എന്നാ ചെയ്യാനാ ഈ ഫാൻസിനെ കൊണ്ട്. കോളേജിന് ഒഫീഷ്യൽ ഇൻസ്റ്റാ അക്കൗണ്ട് സവിജർ വരുന്നതിന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിക്കുണ്ടോ? ഓ ഉണ്ട്. സവിജർ മാത്രല്ല, ആ ഫേമസ് മോള് കൂടെ ആയ സൈമൺ കൂടെ വരുന്നുണ്ട്. സീരിയസ്ലി? ഓ ഗോഡ്. നൈറ, നിനക്കൊരു കാര്യം അറിയോ? ഷീസ് മൈ റോൾ മോഡൽ. എന്റെ ഫേവറേറ്റ് മോഡലാണ്. പുള്ളിക്കാരി ഇൻസ്പയർഡ് ആയിട്ടാ ഞാൻ ഈ കോഴ്സ് തന്നെ എടുത്തത് തന്നെ. പുള്ളിക്കാരി ഇതേ ഡിപ്പാർട്ട്മെന്റ് തന്നെ പഠിച്ചത്. ബട്ട് ഇൻ യുകെ. വാവ്. കൊച്ച് കാണാനൊക്കെ കൊള്ളാം, ലുക്കൊക്കെ ഉണ്ട്. ബട്ട് എന്നാ ചെയ്യാനാ, ഐ ആം ഹെൽപ്ലെസ്. ഏജ് ഡിഫറൻസ്.